ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനും പൂളയാണ് കേട്ടോ. നമ്മുടെ കപ്പ ബിരിയാണി ഉണ്ടല്ലോ, അതാട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പത്തിരിൻ്റെ ഒക്കെ പകരമായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പൂളൊക്കെ ഞാൻ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ പൂളത് നമ്മളെ വീടിൻ്റെ ഇതിൽ കൂടെ വിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ, നമുക്ക് ഇന്ന് ചിക്കനും പൂളിയും ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ അതാ ഞാൻ പൂളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ നോമ്പ് ലാസ്റ്റൊക്കെ എത്തുമ്പോൾ എന്തായാലും പത്തിരിയൊക്കെ നമുക്ക് ചടക്കുമല്ലോ. അപ്പം പിന്നെ പൊതുവേ നമ്മളൊന്നും അങ്ങനെ എന്നും ഉണ്ടാക്കലൊന്നുമില്ല കേട്ടോ. പത്തിരി ഇടവിട്ട് ഇങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കലാണ്. അപ്പോൾ ഞാൻ പൂളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കട്ടോ. തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം കേട്ടോ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കൽ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. അങ്ങനെ പൂള അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ സമൂസക്കുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ ട്രൈപോഡ് കേടായതുകൊണ്ട് എനിക്ക് വീഡിയോ അങ്ങനെ ഫുള്ളായിട്ട് തന്നെ എടുക്കാൻ കഴിയലില്ല കേട്ടോ. അവിടെ വെച്ചിട്ടായിട്ടും പിന്നെ അതുപോലെ ഒറ്റ കയ്യിലൊക്കെ പിടിച്ചിട്ടും അങ്ങനെയൊക്കെ കേട്ടോ വീഡിയോ ഞാൻ എടുക്കൽ. അതുകൊണ്ടായിട്ട് ഇപ്പോൾ ലോങ് വീഡിയോ ഒന്നും അങ്ങനെ ഇടാത്തതും. അപ്പോൾ പിന്നെ നമ്മുടെ പൂളൊക്കെ വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്കുള്ള കറി പൂള വേവിച്ച ആ ഒരു അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റിയെടുക്കാതെ എല്ലാം കൂടെ ഇട്ടിട്ട് കൈ വെച്ച് നല്ല പോലെ കുഴച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചതാണ്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് തന്നെ തിളച്ചിട്ട് ചിക്കന് വെന്തതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയിൽ വറവിട്ടെടുക്കുക കേട്ടോ ചെയ്യൽ. പിന്നെ അതിന് ശേഷം നമ്മുടെ സമൂസ പൊരിച്ചെടുക്കുകയാണ്. ഈ ഒരു സമൂസ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. കാണാൻ ചെറുതാണെങ്കിലും കഴിക്കാൻ അടിപൊളിയാട്ടോ. നമ്മൾ മാവൊക്കെ പരത്തിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സമൂസക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്ന് വെറുതെ കേട്ടോ ഈ സമൂസ ഷീറ്റൊക്കെ വാങ്ങിക്കുന്നത്. അതിനേക്കാളും എത്രയോ ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. പിന്നെ നമ്മുടെ അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത്താഴത്തിനുള്ള. അപ്പോൾ ആ വെള്ളം തിളച്ചിട്ടില്ല, തിളക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിറകൊക്കെ വെച്ച് തീ നല്ല പോലെ തന്നെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സമൂസ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊണ്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തതൊക്കെ ഫ്രൈ ആയി വന്നപ്പം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പുറത്തേക്കൊന്ന് വന്നതാണ് കേട്ടോ. സിനിമോളിൽ എല്ലൂസിനെയും കടയൊക്കെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് അടിക്കാൻ പാല് വാങ്ങിക്കാൻ വേണ്ടി ഓരെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സമൂസ പൊരി ഇതിൻ്റെ ഇടയിലൂടെ തന്നെ നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മുടെ പൂളൊക്കെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ വേവിച്ചെടുക്കണം കേട്ടോ പൂള. ഈ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പം നന്നായിട്ട് തന്നെ വേവിച്ചെടുത്ത ആ ഒരു പൂളയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്തരച്ച തേങ്ങ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മല്ലിയില കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഗ്യാസ്മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. പിന്നെ ചെറിയ ഉള്ളിയിലൊന്ന് വറവിട്ടെടുക്കും വേണം കേട്ടോ. അങ്ങനെ സിനിമോളും ലല്ലൂസും പാലൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം വത്തക്ക ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ അനിയത്തിൻ്റെ മോളും അതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പം പാലൊഴിച്ചിട്ടാണ് കേട്ടോ വത്തക്ക ജ്യൂസ് അടിക്കുന്നത്. ചില ദിവസം പാലൊഴിക്കാതെ ജ്യൂസ് അടിക്കും, ചിലപ്പോൾ കട്ട് ചെയ്ത് വെക്കും. എന്തായാലും വത്തക്ക മസ്റ്റാണ് കേട്ടോ നമുക്ക് നോമ്പായി കഴിഞ്ഞാൽ.
അപ്പോൾ എന്ന് ജ്യൂസ് അടിക്കൽ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ജ്യൂസ് അടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലൂടെ തന്നെ ഞാൻ നമ്മുടെ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്ക് അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ അരിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഞാനിതാ ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പണീൻ്റെ ഇടയിലൂടെ അത്താഴത്തിൻ്റെ കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ. അത്താഴത്തിന് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതാ പച്ചമാങ്ങ വെച്ചിട്ട് ഒരു ലൈം അടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജ്യൂസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടേബിൾ മേൽ ഇതാ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സമൂസ, പിന്നെ നോമ്പ് തുറക്കാനുള്ള ഈത്തപ്പഴം, തരി കാച്ചിയതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. പിന്നെ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നേ. നോമ്പൊക്കെ തുറന്നതിന് ശേഷം പിന്നെ ആ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ കഴുകി വെക്കാൻ. അപ്പോൾ അതൊക്കെ ഉണ്ട് കഴുകി വെച്ചു. പിന്നെ ടേബിളൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ക്ലീൻ ആക്കി ഇടുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ മോൾക്ക് സ്കൂളിൽ എക്സാം ആയതുകൊണ്ട് ഓളെ പഠിപ്പിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. കുറച്ച് നേരം പിന്നെ അങ്ങനെ പോകും കേട്ടോ. നാളാണെങ്കിൽ മോൾക്ക് 2 എക്സാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ചധികം നേരം തന്നെ പഠിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ ചായ അടിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ മക്കൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും അനിയത്തിയും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.